നമസ്കാരം. നമ്മുടെ നിയമ സംവിധാനത്തെക്കുറിച്ച് അത്തരത്തിൽ പരാതികൾ ഉന്നയിക്കാനൊക്കെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ അവകാശമുണ്ട്. അതിപ്പോൾ ഏത് കോടതി വിധിയായാൽ കൂടി ജനാധിപത്യപരമായി ചോദ്യം ചെയ്യാനുള്ള അവകാശവും അധികാരവും ഒക്കെ പൊതുസമൂഹത്തിനുണ്ട് എന്നത് സത്യമാണ്. എങ്കിലും പലപ്പോഴും കോടതി വിധിയെ, പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയെയും ഹൈക്കോടതി വിധികളെയും ഒക്കെ മാനിക്കുന്ന, അംഗീകരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ത്യയിൽ, ഭാരതത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്നത് സത്യമായ ഒരു കാര്യം തന്നെയാണ്. എങ്കിലും കോടതി നിരീക്ഷണങ്ങളിലൊക്കെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അത് ജനാധിപത്യപരമായി രേഖപ്പെടുത്താനും അഭിപ്രായം തുറന്നു പറയാനുമുള്ള അവകാശം ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് എന്നതാണ് സത്യം. ഇപ്പോൾ 2 ദിവസം മുൻപ് BJP MP ഡോക്ടർ നിഷികാന്ത് ദുബെ സുപ്രീം കോടതിയിൽ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചത്. ഈ ആരോപണം വ്യാപകമായി ദേശീയ ചാനലുകളൊക്കെ തന്നെ ചർച്ച ചെയ്തതുമാണ്. ഈ രാജ്യത്ത് ആരെങ്കിലും മതപരമായ അക്രമത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സുപ്രീം കോടതിയും അതിലെ ജഡ്ജിമാരുമായിരിക്കും എന്നുള്ള ഒരു വാദമാണ് നിഷികാന്ത് ദുബെ ഉന്നയിച്ചത്. അത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമായിരിക്കാം, അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ വന്ന അഭിപ്രായമായിരിക്കാം. എന്തായാലും അദ്ദേഹം ഈ ഒരു അഭിപ്രായം ഉന്നയിച്ചു, അത് വ്യാപകമായി ചർച്ചയായി എന്നത് മറ്റൊരു സത്യമാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവന വലിയ വിവാദത്തിന് കാരണമായി. പ്രതിപക്ഷ പാർട്ടികൾ അദ്ദേഹത്തെ ശക്തമായി വിമർശിച്ചു. എന്നിരുന്നാലും പ്രശസ്ത ശാസ്ത്രജ്ഞനും എഴുത്തുകാരനും പ്രഭാഷകനുമായ ആനന്ദ് രംഗനാഥൻ ദുബൈയെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് ഒരു വീഡിയോ പ്രസ്താവന പുറത്തിറക്കുകയും ചെയ്തു. ഈ ചോദ്യങ്ങൾ വളരെ പ്രധാനമാണ്. എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാകുന്ന തരത്തിൽ ഹിന്ദിയിൽ നിന്നുള്ള ഇംഗ്ലീഷ് വിവർത്തനത്തിന്റെ ഒരു സംഗ്രഹം ചുവടെ ചേർക്കുന്നു. ഒരു ഫേസ്ബുക്ക് എഴുത്താണിത്. ആനന്ദ് രംഗനാഥന്റെ സുപ്രീം കോടതിയോടുള്ള 9 ചോദ്യങ്ങൾ. കാശ്മീർ വിഷയത്തിൽ ഇരട്ട മാനദണ്ഡങ്ങൾ. 1-ാം ചോദ്യം, ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 നീക്കം ചെയ്തതിനെതിരെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ള ഹർജികൾ സുപ്രീം കോടതി പെട്ടെന്ന് ഏറ്റെടുത്തു. എന്നാൽ 90കളിൽ കശ്മീരി ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങൾ, നിർബന്ധിത കുടിയിറക്കൽ, വീടുകൾ പിടിച്ചെടുക്കൽ, ക്ഷേത്രങ്ങൾ നശിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ഹർജികൾ സമർപ്പിച്ചപ്പോൾ കൊലപാതകങ്ങൾ, ബലാത്സംഗങ്ങൾ, കൂട്ടപ്പലായനം ഇത് വളരെ മുമ്പാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ കോടതി അവ തള്ളിക്കളഞ്ഞു. ഇത് ഇരട്ടത്താപ്പല്ലേ? ഇത് ഹിന്ദുക്കൾക്കിടയിൽ കോപം സൃഷ്ടിക്കുന്നില്ലേ? ഇതല്ലേ മതസംഘർഷങ്ങളിലേക്ക് നയിക്കുന്നത്? ചോദ്യം 2, വഖഫ് ബോർഡിന്റെ ദുരുപയോഗത്തിൽ മൗനം. വഖഫ് ബോർഡ് പരിഷ്കാരങ്ങളെക്കുറിച്ച് സുപ്രീം കോടതി ഇപ്പോൾ ആശങ്കാകുലരാണ്. എന്നാൽ കഴിഞ്ഞ 30 വർഷങ്ങൾക്കിടയിൽ വഖഫ് ബോർഡ് നിയമവിരുദ്ധമായി സ്വത്ത് കണ്ടുകെട്ടുകയും നികുതി ഒഴിവാക്കി കൊടുക്കുകയും സമാന്തര നീതിന്യായ സംവിധാനം പ്രവർത്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും കോടതി മൗനം പാലിച്ചു എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടുന്നു ഈ ഒരു ചോദ്യം. 3-ാമത്തത്, മറ്റ് സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ക്ഷേത്ര ഫണ്ടുകൾ ഹിന്ദുക്കൾക്ക് നിയന്ത്രണമുണ്ട്. ഹിന്ദു ക്ഷേത്രങ്ങൾ സർക്കാരാണ് നിയന്ത്രിക്കുന്നത് പലയിടത്തും. നമുക്ക് കേരളത്തിൽ തന്നെ അറിയാം, ദേവസ്വം ബോർഡുകളാണ്. അവയുടെ വരുമാനങ്ങൾ മദ്രസകൾ, ഹജ്ജ് തീർത്ഥാടനങ്ങൾ, വഖഫ് ബോർഡുകൾ, ഇഫ്താർ വിരുന്നുകൾ, വായ്പകൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നില്ലേ? ഹിന്ദുക്കൾ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾ പലപ്പോഴും കോടതികൾ തള്ളിക്കളയുന്നു. ന്യൂനപക്ഷങ്ങൾ എല്ലായ്പ്പോഴും പ്രത്യേക മുൻഗണന അവർക്ക് കിട്ടാറുണ്ട്. ഇത് ന്യായമാണോ, അതോ ഹിന്ദുക്കളുടെ കോപം ജനിപ്പിക്കാനുള്ള ഒരു മാർഗമാണോ? ഹിന്ദുക്കൾക്കെതിരായ വിദ്യാഭ്യാസ വിവേചനത്തെക്കുറിച്ച് സ്വതന്ത്ര സംസാരം, ഹിന്ദുക്കൾ നടത്തുന്ന സ്വതന്ത്ര സംസാരത്തെ മതവർഗീയതയായി കാണുന്നതിനെ കുറിച്ച്, അതുപോലെ തന്നെ ദസറ, മൃഗബലി പോലുള്ള ഹിന്ദു ആചാരങ്ങൾ സുപ്രീം കോടതി നിരോധിച്ചതിനെ കുറിച്ച്, ആരാധനാലയ നിയമം ഹിന്ദു പുനഃസ്ഥാപനത്തെ തടയുന്നു. 47 ഓഗസ്റ്റ് 15 സ്ഥലങ്ങളുടെ മതപരമായ സ്വഭാവം മാറ്റരുത് എന്ന് 91 ആരാധനാ നിയമം അനുശാസിക്കുന്നു. നശിപ്പിക്കപ്പെട്ടതോ പരിവർത്തനം ചെയ്യപ്പെട്ടതോ ആയ പുരാതന ക്ഷേത്രങ്ങൾ തിരിച്ചുപിടിക്കുന്നതിൽ നിന്ന് ഹിന്ദുക്കളെ ഈ നിയമം തടയുന്നു എന്ന് ആനന്ദ് രംഗനാഥൻ പറയുന്നു. അതുപോലെ ഹിന്ദു പാരമ്പര്യങ്ങളെ മാത്രം ലക്ഷ്യം വെക്കുന്നു. ശബരിമലയിലെ വിഷയം നമുക്കറിയാം. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പള്ളികളിൽ പ്രവേശിക്കാനോ ചില സാഹചര്യങ്ങളിൽ ഖുറാൻ പാരായണം ചെയ്യാനോ കഴിയില്ല. ഈ വിഷയത്തിലൊന്നും സുപ്രീം കോടതി ഇടപെടുന്നില്ല. അതുപോലെ CAA വിരുദ്ധ പ്രതിഷേധങ്ങൾക്കിടയിലുള്ള നിഷ്ക്രിയത്വം, ഷഹീൻ ബാഗ് പ്രതിഷേധങ്ങളിലും CAA വിരുദ്ധ കലാപങ്ങളിലും സുപ്രീം കോടതി ഉചിതമായ നടപടി സ്വീകരിച്ചില്ല. പ്രതിഷേധക്കാർ പൊതുറോഡുകൾ ഉപരോധിച്ചു, പക്ഷേ കോടതി അത് തടഞ്ഞില്ല. ഇത് നിയമത്തെ പരിഹസിക്കുന്നതല്ലേ? അതായത് ഹൈന്ദവ വിശ്വാസങ്ങളും ആചാരക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ, ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ വ്യഗ്രതയോടെ സുപ്രീം കോടതിയും മറ്റു കോടതികളും ഇടപെടുമ്പോൾ മുസ്ലിം, ക്രിസ്ത്യൻ സമുദായങ്ങൾക്കും മറ്റ് സിഖ് സമുദായങ്ങൾക്കും അവരുടെ മതപരമായ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതും അവരുടെ മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും ഹർജികൾ സമർപ്പിക്കപ്പെട്ടാൽ പോലും അഭിപ്രായം പറയുന്നില്ല. അതുമായി ബന്ധപ്പെട്ട നടപടികൾ കൈക്കൊള്ളുന്നില്ല എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമല്ലേ എന്നുകൂടി ആനന്ദ് രംഗനാഥൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. ഇത് പുനർനിർണയിക്കപ്പെടേണ്ട വിഷയമാണ്. ഇതിനകത്ത് ഇത്തരം വിവേചനങ്ങൾ പാടില്ല. ഒരു പൊതുസമൂഹം, ജനാധിപത്യപരമായ ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമായി കോടതികൾ തീർച്ചയായിട്ടും അവരുടെ നിലപാടുകൾ സ്വീകരിക്കണം. അത് കൃത്യമായി നിഷ്പക്ഷതയോടുകൂടി തന്നെ സ്വീകരിക്കാൻ കോടതികൾ ബാധ്യസ്ഥരാണ് എന്ന കാര്യം കൂടി ആനന്ദ് രംഗനാഥൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിന്റെ ഒരു ചോദ്യങ്ങളും അതിന്റെ ചില വിവക്ഷകളും വിശദീകരണങ്ങളുമാണ് നമ്മൾ ഈ പോസ്റ്റിൽ കണ്ടത്. കൂടുതൽ പരിശോധിക്കപ്പെടേണ്ട വിഷയമായതുകൊണ്ട് കൂടുതൽ നമ്മളുടേതായ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഇത് ചിന്തിക്കേണ്ട, പുനർവിചിന്തനം ചെയ്യേണ്ട ഒരു വിഷയമല്ലേ എന്ന ചോദ്യം ബാക്കിയാവുകയാണ്.